മലയാളം മാധ്യമങ്ങളുടെ നെറുകെട്ട ബിസിനസ് ചെറ്റത്തരങ്ങളെക്കുറിച്ച് മാത്രം ഒരുപാട് പറയാനുണ്ട്. ആ ബിസിനസ് ചെറ്റത്തരത്തിൻ്റെ ഉദാഹരണമായി എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു വീഡിയോ ആദ്യം തന്നെ കാണുക, എന്നിട്ട് ബാക്കി പിന്നാലെ പറയാം. പിന്നെ ആരെ ജയിപ്പിക്കണമെന്ന് നിങ്ങൾ പറയും. ഇല്ല, എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പന്യനെ ജയിപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇവിടെ വന്നതൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് ആദ്യമേ കോൺഗ്രസിനാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ വേണോ അങ്ങനെ ചെയ്യും. ആണോ? ഇപ്പം കോൺഗ്രസിന്റെ വോട്ട് മാറ്റിയിടുവോ? അങ്ങനെയാണോ തീരുമാനം? ഇല്ല, ജനനത്തില് വോട്ടിടാൻ തുടങ്ങിയ നാളെ മുതലെയാണ്. അതേ ചെയ്യും, ധൈര്യമായിട്ടും വെക്കും. എൻ്റെ കൊച്ചുമോളുടെ രഹസ്യം പറയണേ ഞാൻ. പക്ഷെ കോൺഗ്രസിനാണ് വോട്ടെങ്കിലും പന്യനെ കാണാനാണല്ലോ വന്ന് നിന്നത്. ഇവിടെ താഴെയുള്ളവർ വന്ന് വിളിച്ച് നമ്മളെ ഉദ്ദേശിച്ച് ഇന്നക്കാര്യം. ആദ്യ കാഴ്ചയിൽ തന്നെ എല്ലാവരും കണ്ട് ചിരിച്ചു മറിഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതിനുള്ള കണ്ടന്റ് ഇതിലുണ്ട്, അത് സത്യം തന്നെ. പക്ഷേ സോഷ്യൽ മീഡിയ പൂന്തുവിളയാടുന്ന ഈ കാലത്തും മൈക്കും ക്യാമറയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പാവം അമ്മമ്മയോട് ഈ നെറുകേട് കാണിക്കണമായിരുന്നോ ദ ഫോർത്ത് എന്ന ചാനലും ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ള ഈ ജേർണലിസ്റ്റും? വൈറലാകുമെന്ന് ഉറപ്പുള്ള ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അവരുടെ ബിസിനസ് മാത്രമായിരിക്കാം, അതിൽ എത്തിക്സ് മാറ്റിവെച്ചോട്ടെ. പക്ഷേ ബ്ലർ ചെയ്ത് ആ അമ്മമ്മയുടെ മുഖം കാണിക്കാതിരിക്കാനുള്ള മിനിമം മര്യാദ, സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നില്ലേ? ആ അമ്മമ്മയുടെ കൊച്ചുമക്കൾ വരെ ഇനി അവരെ ആ വീട്ടിൽ സമാധാനമായി കിടത്തുമോ? അവർ പറഞ്ഞത് കോൺഗ്രസിൻ്റെ പരിപാടിക്ക് പോയി പക്ഷേ LDFന് വോട്ട് കൊടുക്കും എന്നായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. LDFൻ്റെ പരിപാടിക്ക് പോയി പന്ന്യൻ രവീന്ദ്രൻ്റെ പോസ്റ്ററും വെച്ചിട്ട് കോൺഗ്രസിന് വോട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സഹായം LDF സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും തിരികെ വാങ്ങി ആ വീട്ടുകാരെ മുഴുവൻ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ഒരു സംവിധാനമാണ് LDFനുള്ളത്. ഇത് പറയുമ്പോൾ അങ്ങനെയൊന്നും അവർ ചെയ്യില്ല എന്ന് പറയുന്നവരോട് ഒരു ഉദാഹരണം മാത്രം പറയാം. കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനടുത്ത് 180 വോട്ടുകൾ മാത്രമുള്ള ഒരു തുരുത്തുണ്ട്. അവിടെ എല്ലാ വോട്ടും LDFനായിരിക്കും എല്ലാ വർഷവും. അതാണ് നിയമം. അവിടെ ഒരു തവണ ഒരു വോട്ട് മാത്രം LDFന് കുറഞ്ഞു. റിസൾട്ടിന് ശേഷം ഓരോ വീടും കയറി ഇറങ്ങി വിചാരണ നടത്തി നഷ്ടപ്പെട്ട ആ ഒരു വോട്ട് അവിടേക്ക് കല്യാണം കഴിച്ചു വന്ന ഒരു സ്ത്രീയുടേതാണെന്ന് കണ്ടെത്തി ആ കുടുംബത്തെ ശാസിച്ച പാർട്ടിയാണ് CPM. അതാണ് അവരുടെ സംവിധാനം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ ആ അമ്മയ്ക്ക് ഇനി എത്ര ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. തന്നെ വിറ്റ് കാശാക്കാൻ വന്ന രാക്ഷസിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ആ അമ്മൂമ്മ സംസാരിച്ചത്, തൻ്റെ കൊച്ചുമകളോടെന്ന പോലെയാണെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ആ മാധ്യമപ്രവർത്തകയോട് ആ അമ്മൂമ്മ രഹസ്യമായി ചെവിയിൽ പറയുമ്പോൾ തിരിച്ച് അതുപോലെ തന്നെ രഹസ്യം പറയുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടാണ് അവർ ഈ വാർത്ത ഉണ്ടാക്കിയത്. എന്നിട്ടാണ് ആ പാവത്തെ വിറ്റ് കാശാക്കുന്നത്. മാധ്യമപ്രവർത്തനം എന്നത് മറ്റേതൊരു ബിസിനസ്സും പോലെ തീർച്ചയായും ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയുള്ളതാകാം. പക്ഷേ ഇത്രയും തരം താഴരുത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ബംഗാളിലെ സന്ദേശ് ഖാലിയിലെ മമതാ ബാനർജിയുടെ മുസ്ലിം നേതാവിൻ്റെയും അണികളുടെയും അതിക്രൂരമായ ഹിന്ദുവേട്ട വാർത്ത ചെയ്യാത്ത അതേ മലയാള മാധ്യമങ്ങൾ നരേന്ദ്രമോദി 3ാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്ത കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ഹിന്ദു തീർത്ഥാടക സംഘത്തിനെതിരെ ഭീകരവാദികൾ നടത്തിയ അക്രമവും വാർത്തയാക്കിയിട്ടില്ല. എല്ലാ കണ്ണുകളും റഫേലേക്ക് നോക്കാൻ ആഹ്വാനം ചെയ്ത ഒരു പാർട്ടിയും സംഘടനയും ഒരു സിനിമാക്കാരും മാധ്യമങ്ങളും കാശ്മീരിലെ റൈസിയിൽ നടന്ന ഈ ഭീകരത വാർത്തയാക്കിയില്ല. മോദിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം 10 വർഷമായി രാജ്യം ഭരിക്കുന്ന ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശമായി തുടരുന്ന കാശ്മീരിൽ നടന്ന ഈ ഭീകരാക്രമണം മോദി സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വിധം പോലും വാർത്തയാക്കാമെന്നിരിക്കെ അതുപോലും ചർച്ച ചെയ്യാതെ വിടുന്നത് അതിലെ പ്രതികൾ മുസ്ലിം ഭീകരവാദികൾ ആയതുകൊണ്ട് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമായ പ്രീണനമാണ് ഈ മലയാള നാട്ടിൽ നടക്കുന്നത്. BJPക്കും നരേന്ദ്രമോദിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതിൻ്റെ ഒരു പ്രധാന കാരണം മുസ്ലിം വിഭാഗം കൂട്ടമായി ഇത്തവണ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും BJPക്കെതിരെ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നോക്കി ഐക്യത്തോടെ വോട്ട് ചെയ്തതുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ 2014-ലും 2019-ലും BJP ശിവസേന സഖ്യം 52% വോട്ട് നേടി വിജയിച്ച ധൂലെ ലോക്സഭാ സീറ്റിൻ്റെ കണക്കുകൾ. ധൂലെ റൂറൽ, ധൂലെ സിറ്റി, സിന്ദ്ഗേദ, മലേഗാവോൺ സെൻട്രൽ, മലേഗാവോൺ ഔട്ടർ, ബാഗ്ലാൻ എന്നീ 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പാർലമെൻറ്റ് സീറ്റിൽ 2 നിയമസഭാ MLAമാർ ഒവൈസിയുടെ പാർട്ടിയായ AIMIMൻ്റേതാണ്. AIMIMൻ്റെ MLA ഉള്ള ധൂലെ സിറ്റി ഉൾപ്പെടെ 5 നിയമസഭാ മണ്ഡലത്തിലും കൂടി BJP ശിവസേനയുടെ സഖ്യ സ്ഥാനാർത്ഥി സുഭാഷ് ബാംറയ്ക്ക് ലഭിച്ച ഭൂരിപക്ഷം മാത്രം 1,92,000 എന്നാൽ AIMIMൻ്റെ മറ്റൊരു സിറ്റിംഗ് സീറ്റായ മാലേഗാവോൺ സെൻട്രൽ മണ്ഡലത്തിൽ മാത്രം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 1,98,869 വോട്ട്. ഫലം വന്നപ്പോൾ
5 നിയമസഭാ മണ്ഡലത്തിലും കൂടി 1,92,000 ലീഡ് നേടിയ BJP ശിവസേന സ്ഥാനാർത്ഥി ഈ ഒരു മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് മാത്രം 3,831 വോട്ടിന് തോറ്റു. എന്തു മനസ്സിലായി? അവർക്ക് ഐക്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, BJPയെ തോൽപ്പിക്കാൻ എങ്ങോട്ട് വേണമെങ്കിലും ഐക്യത്തോടെ അവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നതിൻ്റെ കൂടി ഉദാഹരണമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ അണികളാണെങ്കിൽ പോലും മുസ്ലിം വിഭാഗത്തിന് BJPയെ തോൽപ്പിക്കുന്നതിൽ രാഷ്ട്രീയ ചിന്തയില്ല എന്നതിൻ്റെ ഉദാഹരണമാണത്. അതിൻ്റെ ഉദാഹരണത്തിന് ദൂരെ എങ്ങും പോകണ്ട, നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ മണ്ഡലം മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ തവണ ആരിഫിന് വേണ്ടി വോട്ട് ചെയ്ത സഖാക്കളായ മുസ്ലിം വിഭാഗം ഉൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി ഇത്തവണ വോട്ട് സ്പ്ലിറ്റായി ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ എന്ന ഭയത്തിൽ KC വേണുഗോപാലിന് വോട്ട് മറിച്ചു കൊടുത്തു എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. LDFിലെയും UDFിലെയും കുറേയധികം ഹിന്ദു വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് ഇത്തവണ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ തവണ ആരിഫിന് വേണ്ടി വോട്ട് ചെയ്ത 1,00,000 മുസ്ലിം വോട്ടുകൾ രാഷ്ട്രീയം നോക്കാതെ KC വേണുഗോപാലിന് മറിച്ചുകുത്തി. അതിൽ ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല, കാരണം അതാണ് അവരുടെ രാഷ്ട്രീയം. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് BJPയുടെ പ്രശ്നം. അതിൽ നരേന്ദ്രമോദിയും ഒരു കാരണക്കാരനാണ്. ഇത്തവണ ഇത്രയും ഐക്യത്തോടെ BJP സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം വോട്ടിൽ ഏകോപനം ഉണ്ടായതിന് ഒരു കാരണം നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ അജണ്ട മോദി വലിച്ചു പുറത്തിട്ടു എന്നത് ശരി തന്നെ. പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ വളരെയധികം വെറുപ്പുളവാക്കുന്നതായിരുന്നു. ജിസ്കോ ജ്യാദാ ബച്ചാ ഹേ ഉസ്കോ ബാട്ടേങ്കെ എന്ന പ്രയോഗം അസ്ഥാനത്തായി പോയി. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി പ്രവർത്തിക്കുന്ന റോഹിംഗ്യകളെ ആയിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവർക്കും കൂടി പൗരത്വം നൽകി അവരെ നമ്മുടെ പൗരന്മാരാക്കി മാറ്റി നമ്മുടെ സ്വത്തുക്കൾ അവർക്കും കൂടി വീതം വെച്ച് നൽകുമെന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അത് റോഹിംഗ്യകളെ പോലെയുള്ള നുഴഞ്ഞുകയറ്റക്കാർ എന്ന് തന്നെ എടുത്തു പറയണമായിരുന്നു, വ്യക്തമാക്കി തന്നെ പറയണമായിരുന്നു. ഭാരതത്തോട് സ്നേഹമുള്ള നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാനിടുന്ന മുസ്ലിം സമൂഹത്തെ കൂടി വെറുപ്പിക്കുന്ന രീതിയിൽ അങ്ങനൊരു പ്രസ്താവന നടത്തേണ്ടിയില്ലായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഇപ്പോൾ നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ ഐക്യത്തോടെ വോട്ട് ചെയ്യുന്ന എത്ര മണ്ഡലങ്ങളിൽ എത്ര പേരുണ്ട് എന്നതിന് കൃത്യമായൊരു കണക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് മഹാരാഷ്ട്രയിലെ ധൂലെ മണ്ഡലത്തിൽ പറ്റിയതുപോലെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാവി ഒരു നിയമസഭാ മണ്ഡലത്തിന് മാത്രം തീരുമാനിക്കാൻ കഴിയും വിധം ഒരു മതം കൂട്ടമായി താമസിക്കുന്നത് രാജ്യത്ത് ഒഴിവാക്കുക എന്നത് തന്നെയാണ്. ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും കൃത്യമായ ഡെമോഗ്രാഫി അനുസരിച്ച് മണ്ഡല പുനർ ഏകീകരണം നടത്തുക തന്നെയാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത്. കേരളത്തിൽ പോലും മുസ്ലിം ജനസംഖ്യ വളരെയധികം കുറവുണ്ടായിരുന്ന തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലയിൽ പോലും അവർ നിയമസഭയിലെ വിജയികളെ തീരുമാനിക്കും വിധം ജനസംഖ്യാ വർധനവും അതിനൊപ്പം കുടിയേറ്റവും നടത്തുന്നു. അതിന് ചില വൻകിട വ്യവസായികൾ കൂട്ടുനിൽക്കുന്നുവെന്ന് PC ജോർജിന് പറയേണ്ടി വന്നത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നെങ്കിലും പറഞ്ഞത് നഗ്ന യാഥാർത്ഥ്യം തന്നെയാണ്. മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ വളരെ കുറച്ച് വോട്ടിന് BJP 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 18ാം വാർഡിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 125 മുസ്ലിം വോട്ടുകൾ ആ വാർഡിലേക്ക് കൂട്ടിച്ചേർത്ത് CPM ആ അപകടം ഒഴിവാക്കി. ഫലം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സിറ്റിംഗ് മെമ്പറെ നഷ്ടമായി. വിജയം ലഭിച്ചത് LDFന്. അതാണ് അവരുടെ മികവ്, അതാണ് അവരുടെ കണക്കുകൂട്ടൽ. BJPയും നരേന്ദ്രമോദിയും കൂടുതൽ ഗാന്ധിസം പറഞ്ഞ് അഭിനവ ഗാന്ധിമാരാകാൻ നടക്കുമ്പോൾ പലതും ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ല. തീരുമാനങ്ങളെടുക്കാൻ ഒരുപാട് വൈകിപ്പോകുന്നു. മലപ്പുറം ജില്ലയിൽ 70,000-ഓളം കുട്ടികൾ +1 പ്രവേശനത്തിന് കാത്തു നിൽക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അത് വെറും 8,000 പോലുമില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവൂ. 10ാം ക്ലാസ്സിലെ പരീക്ഷാഫലം പോലും ഒരു തട്ടിപ്പാണ്. 99.99% വിജയമെന്നത് കേരളത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നാടകമല്ല, ഒരു വലിയ വ്യവസായ തട്ടിപ്പാണ്. കൂടുതൽ കുട്ടികൾക്ക് +1 പ്രവേശനത്തിന് അർഹത വരുമ്പോൾ കൂടുതൽ സ്കൂളുകൾ വേണ്ടിവരും. മാനേജ്മെൻറ്റുകൾക്ക് കൂടുതൽ ക്ലാസ് മുറികൾ ഉണ്ടാക്കാനുള്ള അവകാശമാണ്. കൂടുതൽ അധ്യാപക തസ്തിക ഉണ്ടാക്കാനുള്ള ഒരു കള്ളത്തരമാണത്. അതിൽ അഴിമതി നടത്തി പണമുണ്ടാക്കാൻ ചിലരെ സഹായിക്കുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമാണത്. നാലകത്ത് സൂപ്പിയും അബ്ദുറബ്ബും MA ബേബിയുമൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷമാണ് ഈ രീതിയിലുള്ള അപജയം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായത്. ഇന്ന് ലോകത്ത് എവിടെയും വിലയില്ലാത്ത വിധം കേരളത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾക്ക് വിലയില്ലാതാക്കിയത് ഇവരുടെ ഈ നയം കാരണമാണ്. 10ാം ക്ലാസ് കടക്കാൻ കഴിവുള്ളവർ മാത്രമായിരിക്കണം 10ാം ക്ലാസ്സിൽ നിന്ന് ജയിക്കേണ്ടത്. 99.99 എന്ന് പറഞ്ഞ് ഹുങ്ക് കാട്ടുമ്പോൾ ഉപരിപഠനത്തിന് അർഹതപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് അതിനുള്ള അവസരം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ദുരവസ്ഥ. 2005 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച പാലാ മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു ഞെട്ടിക്കുന്ന അറിവ് കൂടി ഇതിനോടൊപ്പം പങ്കുവയ്ക്കാം. 2005 പാലാ മുനിസിപ്പാലിറ്റിയിൽ ആകെ ഉണ്ടായിരുന്നത് 16ാം വാർഡിലെ സുബൈദ എന്ന ഒരേ ഒരു മുസ്ലിം വോട്ടറായിരുന്നു എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇന്ന് അതേ പാലാ മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും വിധം മുസ്ലിം വോട്ടർമാർ അവിടെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. പാലാ മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.